നമസ്കാരം. ലവണാസുരനെ വധിക്കാമെന്ന് മുനിമാർക്ക് ഉറപ്പ് നൽകിയത് ശ്രീരാമനാണ്. എങ്കിലും ലവണാസുരനെ വധിച്ചത് ശത്രുഘ്നനാണ്. ആ കഥ കേട്ടോളൂ. ഇത് കുട്ടിപ്പുരാണം, പുരാണത്തിലെ കുട്ടി കുട്ടി കഥകൾ പറയുന്ന കുട്ടിപ്പുരാണം. കേട്ടു നോക്കൂ. ലവണാസുരനെ വധിച്ചു കൊള്ളാമെന്ന് മുനിമാരോട് ശ്രീരാമൻ പറഞ്ഞത് കേട്ട് ലവണനെ താൻ വധിക്കാമെന്ന് ഭരതൻ പറഞ്ഞു. ഇത് കേട്ട് ശത്രുഘ്നൻ പറഞ്ഞു, ജ്യേഷ്ഠൻ്റെ വനവാസ സമയത്ത് രാജ്യത്തെ നോക്കി പരിപാലിച്ചത് ഭരതൻ ജ്യേഷ്ഠനാണ്. വനവാസത്തിന് കൂടെ പോയി ജ്യേഷ്ഠനു വേണ്ട എല്ലാം ചെയ്തത് ലക്ഷ്മണൻ ജ്യേഷ്ഠനാണ്. അങ്ങേക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതിനാൽ ലവണാസുരനെ വധിക്കാനായി ഇവരുടെ കൂടെ പോകാൻ എന്നെ അനുവദിക്കണം. അങ്ങനെയെങ്കിൽ ശത്രുഘ്നൻ പോകട്ടെ എന്ന് ശ്രീരാമൻ മറ്റ് സഹോദരങ്ങളോടായി പറഞ്ഞു. എന്നിട്ട് ശത്രുഘ്നനോട് പറഞ്ഞു, എങ്കിൽ നീ മുനിമാരുടെ കൂടെ ചെന്ന് ലവണനെ വധിക്കുക. എന്നിട്ട് മധുവനത്തെ ഒരു രാജ്യമാക്കി അതിൻ്റെ അധിപതിയായി വസിക്കുക. ആ രാജ്യത്തിൻ്റെ രാജാവായി നിന്നെ ഞാൻ അഭിഷേകം ചെയ്യുന്നതാണ്. ജ്യേഷ്ഠന്മാരുള്ളപ്പോൾ അനിയനായ എനിക്ക് അഭിഷേകം ചെയ്യുന്നത് ധർമ്മമാണോ എന്ന് ശത്രുഘ്നൻ ശ്രീരാമനോട് ചോദിച്ചു. തൻ്റെ വാക്ക് കേട്ടാൽ ഒരിക്കലും അത് അധർമ്മമാകില്ല എന്ന് ശ്രീരാമൻ മറുപടി പറഞ്ഞു. വൈകാതെ ശത്രുഘ്നൻ്റെ അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്ത് വസിഷ്ഠമുനിയുടെ കാർമ്മികത്വത്തിൽ അഭിഷേകം നടത്തി. പിറ്റേന്ന് മുനിമാരുടെ കൂടെ പുറപ്പെടാൻ നേരം ശ്രീരാമനെ വന്ദിച്ച് യാത്ര പറയാൻ ശത്രുഘ്നൻ ചെന്നു. അനുജനെ കെട്ടിപ്പിടിച്ച് മൂർധാവിൽ ചുംബിച്ച് ശ്രീരാമൻ ശത്രുഘ്നന് യുദ്ധകൗശലങ്ങൾ പറഞ്ഞുകൊടുത്തു. കൂടെ ദിവ്യമായ ഒരു അസ്ത്രവും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് പണ്ട് മധുകൈടഭന്മാരെ കൊല്ലാനായി നിർമ്മിച്ച അസ്ത്രമാണ്. ഇത് വളരെ വിശിഷ്ടമാണ്. ഞാനിത് ആർക്കു നേരെയും പ്രയോഗിച്ചിട്ടില്ല. ലോകം മുഴുവൻ സംഹരിക്കാൻ ശക്തിയുണ്ടിതിന്. പിന്നെ മറ്റൊരു കാര്യം, പരമശിവൻ്റെ മൃത്യുശാസന ശൂലത്തെ നിന്ദിക്കരുത്. അത് ലവണൻ്റെ കയ്യിലില്ലാത്തപ്പോൾ മാത്രമേ അവനോട് യുദ്ധത്തിന് പോകാവൂ. അതിനൊരു എളുപ്പവഴിയുണ്ട്. ആഹാരത്തിന് മാംസം അന്വേഷിച്ച് രാവിലെ പോയാൽ വൈകുന്നേരമേ അവൻ തിരികെ എത്തൂ. അതിനു മുമ്പേ തന്നെ ഗോപുരദ്വാരത്തിലെത്തി അവനെ തടുക്കണം. അകത്ത് കടന്ന് ശൂലമെടുക്കാൻ അവനെ സമ്മതിക്കരുത് എന്നും പറഞ്ഞ് 4000 അശ്വങ്ങളും അത്ര തന്നെ തേരും 100,000 കാലാളും കൊടുത്ത് ശ്രീരാമൻ ശത്രുഘ്നനെ യാത്രയാക്കി. ലവണാസുരനെ വധിക്കാനായി പുറപ്പെട്ട ശത്രുഘ്നനും കൂട്ടരും വാത്മീകിയുടെ ആശ്രമത്തിൽ താമസിച്ചു. പിറ്റേന്ന് രാവിലെ ലവണൻ ആഹാരം തേടിപ്പോയി എന്നറിഞ്ഞ് ശത്രുഘ്നൻ യുദ്ധത്തിനായി ചെന്ന് ഗോപുരവാതിൽക്കൽ നിന്നു. വൈകുന്നേരത്തോടെ തിരിച്ചെത്തിയ ലവണൻ ശത്രുഘ്നനെ കണ്ട് പരിഹാസത്തോടെ പറഞ്ഞു, മുൻപും പല രാജാക്കന്മാരും എന്നെ കൊല്ലാനായിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട്. അവരൊക്കെ ശരീരം എനിക്ക് ഭക്ഷണമായി തന്നിട്ട് യമലോകത്തേക്ക് പോയി. ഇന്ന് കിട്ടിയ മാംസം കുറഞ്ഞു പോയി എന്നൊരു സങ്കടമുണ്ടായിരുന്നു. നിന്നെയും കൂടി തിന്നാൽ വിശപ്പ് മാറും. ഇത് കേട്ട് ശത്രുഘ്നന് വല്ലാതെ ദേഷ്യം വന്നു. ലവണൻ തുടർന്നു, യുദ്ധത്തിനായിട്ടാണ് നീ വന്നതെങ്കിൽ കുറച്ചു നേരം കാത്തു നിൽക്കണം. ഞാൻ എൻ്റെ ആയുധവും എടുത്തു വന്ന് നിന്റെ അഹങ്കാരം തീർത്തു തരാം. അപ്പോൾ ശത്രുഘ്നൻ പറഞ്ഞു, ദുഷ്ടന്മാരെ കണ്ടാൽ കൊല്ലാതെ വിടുന്നത് രാജാക്കന്മാരുടെ ധർമ്മമല്ല. നീയൊന്ന് നിന്നാൽ നിന്നെ യമലോകത്തേക്ക് അയക്കാം. ഇത് കേട്ട് ദേഷ്യം വർദ്ധിച്ച ലവണൻ പർവ്വതവും പാറയും വൃക്ഷങ്ങളും എല്ലാം കൊണ്ട് ശത്രുഘ്നനെ പ്രഹരിക്കാൻ തുടങ്ങി. അതിനെയെല്ലാം ശത്രുഘ്നൻ തൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് തകർത്തു. എന്നിട്ട് ശ്രീരാമൻ കൊടുത്ത അസ്ത്രം ഭക്തിയോടെ എടുത്ത് മന്ത്രം ജപിച്ച് ലവണന് നേർക്ക് പ്രയോഗിച്ചു. ലവണനെ വധിച്ച് അസ്ത്രം ശത്രുഘ്നൻ്റെ ആവനാഴിയിൽ തിരിച്ചെത്തി. മുനിമാർക്ക് സന്തോഷമായി. 4 വർഷം കൊണ്ട് കോട്ടയും ഗോപുരങ്ങളും മതിലും കിടങ്ങുകളും
ഗ്രാമങ്ങളും ദേവാലയങ്ങളും എല്ലാം നിർമ്മിച്ച് ശത്രുഘ്നൻ മധുവനത്തെ മധുരാപുരിയാക്കി മാറ്റി. ആ രാജ്യം പരിപാലിച്ച് അവിടെ കഴിഞ്ഞു.